ഹായ് എവരിവൺ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന ഒരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ്. അതിനുള്ള സാധനങ്ങൾ ഞങ്ങളുടെ ബാക്കിയാടിയിൽ നിന്ന് നമുക്ക് പറിക്കാൻ പോകാം. ഇവിടെ ഞങ്ങൾക്ക് കോവലുണ്ട്. കോവല് നമുക്ക് കോവയ്ക്ക പറിക്കാം ആദ്യം കുറച്ച്. അതാണ് ചെറിയൊരു കോവലാണ്, പക്ഷെ ആവശ്യത്തിന് കോവയ്ക്ക കിട്ടും ഞങ്ങൾക്ക്. ഇത് മുരിങ്ങയാണ്. മുരിങ്ങാക്കളോട് അങ്ങോട്ട് കയറി പോയേക്കുവാണ്. പിന്നെ പയറുണ്ട്, പയറും ചെറുതാണെങ്കിലും അതിൽ ഇഷ്ടം പോലെ കായ്ക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ കറിവേപ്പാണ്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ പറിച്ചിട്ട് പോകാം. സാധനങ്ങളൊക്കെയായി. ഇനി നമുക്ക് ഇതുകൊണ്ട് പോയി സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാമേ. അപ്പൊ സാമ്പാറിന് വേണ്ടി ഞാൻ ഞങ്ങളുടെ ബാക്കിയാടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഒരു ചെറിയ കായ മുറിച്ച് വെച്ചേക്കുന്നതാണിത്. ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു വലിയ തക്കാളി, ഇത് മത്തങ്ങയാണ്, ഒരു ചെറിയ പീസ്. മത്തങ്ങ എല്ലാവരും ഒന്നും സാമ്പാറിൽ ഇടത്തിലേക്ക്, ഞാൻ പക്ഷെ ഉള്ളപ്പോഴൊക്കെ ഇടാറുണ്ട്, നല്ലതാണ്. പിന്നെ മുരിങ്ങക്കോൽ ഒരു 3 എണ്ണം, കോവയ്ക്ക 4 എണ്ണം, 2 പച്ചമുളക്, ഒരു 3 വെണ്ടയ്ക്ക, കുറച്ച് മല്ലിച്ചപ്പ്, ഒരു ചെറിയ ഉള്ളി, ഇത് കൊച്ചുള്ളിയാണ്, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ഒരു പയറ് 3 എണ്ണം. അപ്പൊ സാമ്പാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, സാമ്പാറിന് വേണ്ടി പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിനകത്ത് 3/4 കപ്പ് പരിപ്പും 3 കപ്പ് വെള്ളവും 2 പച്ചമുളകും ഇച്ചിരി മഞ്ഞളും ഉപ്പും കൂടിയിട്ട് വേവിച്ചാണ്. അത് 3 വിസിൽ വരുന്നതിനും വരെ ഞാൻ വേവിച്ചു. കുക്കറിന്റെ വലിപ്പം അനുസരിച്ച് വിസിലിന്റെ നമ്പറിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. സാമ്പാറിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുത്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക ഒരുവിധം വഴറ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇനി വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 സ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈസ്റ്റേൺ സാമ്പാർ പൊടിയാണ്. വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിനോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മുരിങ്ങക്കയും മത്തങ്ങയും ഇതിന്റെ കൂടെ വഴറ്റിയിട്ടില്ലായിരുന്നു, അതും കൂടി നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില, മല്ലിയില, 4-5 കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കുവാണ്. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കായം ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കട്ടക്കായം എടുത്തേക്കുന്നത്, പൊടിച്ച് എടുത്തേക്കുന്നതാണ്. കായത്തിന്, സാമ്പാറിന് എപ്പോഴും കായത്തിന്റെ ടേസ്റ്റ് മുന്നേ നിൽക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ കായം ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളിവിടെ എടുക്കുന്ന പുളി കോൺസെൻട്രേറ്റഡ് ടാമറിൻഡ്, നമുക്കിവിടെ കിട്ടുന്ന ഇതാണ് ഞങ്ങൾ ചേർക്കുന്നത്. ഇത് 2 സ്പൂൺ ചേർക്കാൻ കൊടുക്കാം. ഇനി വെജിറ്റബിൾസ് ഒക്കെ മുങ്ങിക്കിടക്കുന്ന പരുവത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് 1 വിസിൽ വരുന്നിടം വരെ വേവിക്കാം. അപ്പൊ നമുക്ക് സാമ്പാറിന് വേണ്ടി കടുക് പൊട്ടിക്കാം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നെയ്യാണ്. നെയ്യിൽ കടുക് പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഒരു 1.5 സ്പൂൺ നെയ്യ് എടുത്തു. നമുക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇത് മൂത്ത് വരുമ്പോൾ ഞാൻ എല്ലാ പൊടികളും കുറേശ്ശെ ഒന്നുകൂടി ചേർത്ത് മൂപ്പിച്ചെടുത്തിട്ടാണ് സാമ്പാറിൽ ചേർക്കുന്നത്. അത് നമുക്ക് സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. നിങ്ങളൊക്കെ എങ്ങനെയാണോ സാമ്പാർ ഉണ്ടാക്കുന്നത് കമൻറ്റിൽ എഴുതണേ. നമുക്ക് ഒരു 1/2 സ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി, ഒരു 1/2 സ്പൂൺ കായത്തിൻ്റെ പൊടി. നേരത്തെ നമ്മൾ കട്ടക്കായം ചേർത്തായിരുന്നു. ഇതിപ്പോൾ ലാസ്റ്റ് ഞാൻ എല്ലാ പൊടികളും ഒരു കുറേശ്ശെ കൂടെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ സാമ്പാർ പൊടി ഒരു ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ വേവാൻ അടച്ചു വെച്ച സാമ്പാർ ആവിയൊക്കെ പോയി നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറന്നപ്പം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് കടുക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് പൊട്ടിച്ച് ഇട്ട സാമ്പാർ നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷം ഇളക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സാമ്പാർ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ സാമ്പാർ ഉണ്ടാക്കുന്നത്? സാമ്പാർ ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻസിൽ അറിയിക്കണം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ എന്ന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.